നമ്മൾ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർ, ഗോത്രപിതാക്കന്മാർ അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു ചുരുങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. 8 മുതൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അതുകൊണ്ട് ഒരുവൻ മൃഗപ്രായമായി തന്നെ ഗർഭത്തിൽ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതിച്ചിരുന്നു. ഇവർ എല്ലാവരും വാഗ്ദത്തങ്ങൾക്ക് പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു ഭൂമിയിൽ അന്യരും പരദേശികൾ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു ദുർദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ മറ്റുള്ളവരെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നവരോ. ഇവിടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ലഭിച്ചു. എന്നാൽ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അനേക വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇവർ 3 തലമുറകൾ ഒരുമിച്ച് പാർക്കുവാനിടയായി. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ അബ്രഹാം മരിക്കുമ്പോൾ തന്റെ കൊച്ചുമാനായ യാക്കോബിനും കേശാവിനും 15 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. ഈ നമ്മുടെ താഴോട്ട് പല ഭാഗങ്ങളുണ്ട്. ജോസഫ് വരെയുള്ള ചരിത്രങ്ങളുണ്ട്. ഈ ചരിത്രങ്ങളെല്ലാം അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള ചരിത്രങ്ങളെല്ലാം നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ ബലഹീനതകളൊക്കെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. വീക്ക്നെസ് ഉണ്ട്, പരാജയങ്ങളുണ്ട്. എന്നാൽ അവർ വിശ്വാസത്തിൽ എത്ര ശ്രേഷ്ഠന്മാരായിരുന്നു. ഇന്നത്തെ പോലെ അവർക്കൊരു ബൈബിൾ ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ യോബിന്റെ കാര്യമോ അബ്രഹാമിന്റെ കാര്യമോ ഒന്നും പറഞ്ഞു കൊടുക്കുവാൻ അവർക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അവരുടെ മക്കളോട് അവര് വാമൊഴിയായി പറഞ്ഞ് അത് അവരെ ഗ്രഹിപ്പിച്ച് ഇവരെല്ലാവരും ജോസഫിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. ജോസഫിന് മിസ്രൈമിലെ വളരെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ താനൊരു അന്യനാണെന്നും ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ആളല്ല എന്നും മനസ്സിലാക്കി അവൻ കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന, പ്രത്യാശയോടെ നോക്കിയിരുന്ന കനാൻ നാടിനെ കുറിച്ചൊക്കെ വായിക്കുവാൻ സാധിക്കുന്നു. ഇതൊക്കെ ലഭിച്ചത് എങ്ങനെയാണ്? പിതാക്കന്മാരിൽ നിന്ന് അവർ പറഞ്ഞു കൊടുത്തതാണ്. നമുക്ക് ആ കടമയുണ്ട്. നമ്മുടെ തലമുറയോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ, ദൈവം നമ്മെ നടത്തിയ വഴികളെ കുറിച്ച് പറയുവാനുള്ള കടമയുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിച്ച കാര്യം, അവർ കാത്തിരിക്കുമ്പോൾ തന്നെ അനുസരണമുള്ളവരായിരുന്നു എന്നുള്ളതാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ വിശ്വസിച്ചവരായിരുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം ഓർപ്പിച്ചുവല്ലോ. എവിടേക്ക് പോകുന്നു എന്നറിയാതെ ആ കാത്തിരിപ്പിലും അത് അതുപോലെ തന്നെ അനുസരിക്കുവാൻ തക്കവണ്ണം തീർന്നു. 11 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാലും അവർക്കത് അറിയാൻ വയ്യ. പ്രത്യേകിച്ച് അബ്രഹാമിന് അത് അറിയാൻ വയ്യായിരുന്നുവെങ്കിലും അബ്രഹാം ദൈവം പറഞ്ഞ അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അബ്രഹാമിനെ കുറിച്ചും സാറായെ കുറിച്ചും റോമലേഖനത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൂടെ ചിന്തിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. അബ്രഹാമിനെ കുറിച്ച് നാം ഓർത്തിരിക്കേണ്ട, അബ്രഹാം ധനികനായ മനുഷ്യനായിരുന്നു. വളരെ ധനം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ ധനം ബാങ്കിലെ സേവിംഗ് ഡിപ്പോസിറ്റ് അല്ല, CD അല്ല, ഇൻവെസ്റ്റ്മെന്റ് ഇന്നുള്ളത് പോലെയല്ല. അവരുടെ പുത്രസമ്പത്ത്, ദാസന്മാര്, ദാസിമാര്, ഇതൊക്കെയാണ് അന്നത്തെ സമ്പത്ത്. അപ്പോൾ അബ്രഹാം വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നുവെങ്കിലും അബ്രഹാം പാർത്തത് കൂടാരങ്ങളിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഓർത്തുവല്ലോ, അബ്രഹാം കൂടാരത്തിൽ പാർത്തു. അബ്രഹാം പാർത്തിട്ട് ഇരുന്ന കൂടാരങ്ങളിലല്ല, കൂടാരം അടിച്ചു എന്ന് മാത്രമല്ല, അവൻ യാഗപീഠവും പണിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ടെന്റ് ആൻഡ് ആൾട്ടർ, ഇത് രണ്ടും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്.
അവൻ ആ അനുഭവത്തിലാണ് ജീവിച്ചത്. ടെന്റും ആൾക്കാരും ഇത് രണ്ടും കാണിക്കുന്നത് എന്താണ്? ടെന്റ് കാണിക്കുന്നത് ഞാനിവിടെ ഒരു പിൽഗ്രീമാണെന്നുള്ളതാണ്, അന്യനാണ്, ഞാനൊരു പരദേശിയാണ്. കഴിഞ്ഞ ആഴ്ച പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ഓർത്തുവല്ലോ, പരദേശികളാണ്, വന്നു പാർക്കുന്നവരാ. ഇവിടെ നമുക്ക് വീടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഓർത്തിരിക്കേണ്ടത് നമ്മളെല്ലാം ഇത് വിട്ടേച്ചു പോകാനുള്ളവരാ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല. ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ അതായിരുന്നു. തന്നെയുമല്ല, താന് യാഗപീഠം എന്തിനെ കാണിക്കുന്നത്? സത്യദൈവത്തെ ആരാധിക്കുന്ന ആളാണെന്നുള്ള കാണിക്കുന്നു. ഇത് രണ്ടും തന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമായിരുന്നു. എല്ലാ കാലത്തും എല്ലാ ദൈവഭക്തന്മാരുടെയും ദൈവമക്കളുടെയും കർത്തവ്യം അതാണ്. പരദേശിയാണ്, ഞാൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനാണ് എന്നുള്ളത് എപ്പോഴും അവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കാണിക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന് അല്പമായ പ്രയാസങ്ങൾ വരുന്ന സംഭവങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മളത് വായിച്ചു വരുമ്പോൾ അവിടെ ഒന്നാമത് കാണുവാനായി സാധിക്കുന്നു, ക്ഷാമം ഉണ്ടായി എന്നാണ് വായിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് സ്വന്തക്കാരെ, ചർച്ചക്കാരെ, പിതൃഭവനത്തെ എല്ലാം വിട്ടാണ് താൻ ഇറങ്ങി പുറപ്പെടുവാൻ തക്കനിടയായി തീർന്നത്. കഴിഞ്ഞ ആഴ്ച ഇടയ്ക്ക് നമ്മളിങ്ങനെ പറഞ്ഞുവല്ലോ, ദൈവത്തെ അനുസരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് സെപ്പറേഷൻ, ഒരു പൂർണ്ണമായ ഒരു വേർപാടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ച ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് പഴയ നിയമത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്നത്. പക്ഷെ അത് ആരാരിൽ വെച്ച് ദൈവം സംസാരിച്ച കാര്യമാണ്. എന്നാൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത് കൽദയരുടെ പട്ടണമായ ഊരിൽ വെച്ചാണ്. ആ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് തന്നെയോട് ദൈവം സംസാരിച്ച് താൻ ഇറങ്ങി പുറപ്പെടുന്നത്. അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പൊ ദൈവം പറഞ്ഞിട്ട് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവം നഷ്ടപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ, അല്ലെ? പക്ഷെ അങ്ങനല്ല. ഇവിടെ വായിക്കുന്നു, അവർ താമസിച്ചിരുന്ന കനാനിൽ എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. ദൈവം പറഞ്ഞിട്ട് വന്നിടത്തും ദൈവം കൽപ്പിച്ചു വന്നണക്ക്, ദൈവം പറഞ്ഞ പോലെ ചെയ്തണക്ക് ക്ഷാമം ഉണ്ടായി. അതൊരു ഡിസപ്പോയിന്റ്മെന്റാ. പരദേശികളായി പാർക്കുന്നവർക്ക് ദൈവം പറഞ്ഞതനുസരിച്ച് കൂടാരത്തിലൊക്കെ പാർക്കുന്ന തനിക്ക് അവിടെ ക്ഷാമം ഉണ്ടാകുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടത്, പ്രാർത്ഥിച്ചെടുക്കുകയും ദൈവം നടത്തിപ്പനുസരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നു, എന്തുകൊണ്ട് എന്റെ ജോലി നഷ്ടമായി, എന്തുകൊണ്ട് ഞാൻ സിക്കായി, എന്തുകൊണ്ട് എനിക്ക് ഭാരങ്ങൾ വന്നു, ഇതൊക്കെ മാനുഷിക രീതിയിൽ നമ്മളെ ബാധിക്കാവുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, ഇത് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു ടെസ്റ്റാണ്. ദൈവം പറഞ്ഞിട്ട് ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിൽ വരുമ്പോൾ പോലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ നടക്കാം. എന്നാൽ ദൈവം ഇത് ടെസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ദൈവം ടെസ്റ്റ് ചെയ്തത് ഈ സാഹചര്യത്തിലും ദൈവം പറഞ്ഞു കൊണ്ടുവന്ന ലാൻഡ് ആണെങ്കിലും, അബ്രഹാമേ, നീ ആ പ്രോമിസ് ലാൻഡിലല്ല ട്രസ്റ്റ് ചെയ്യേണ്ടത്. ആ പ്രോമിസ് ലാൻഡ് നിനക്ക് പ്രോമിസ് ചെയ്ത് ദൈവത്തെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അബ്രഹാം അവിടെ നിന്ന് പോകാൻ പാടില്ലായിരുന്നു. ദൈവം പറഞ്ഞ അവിടെ തന്നെ പാർക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അബ്രഹാം തന്റെ ഭാര്യയെയും ലോത്തിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോയി എന്ന് നാം വായിക്കുന്നു, ഈജിപ്തിലേക്ക്. ചില വേദോടന്മാർ അഭിപ്രായപ്പെടുന്നത് ഈജിപ്തിലേക്ക് പോകാൻ സജഷൻ കൊടുത്തത് ലോത്തായിരിക്കുമെന്നാണ്. കാരണം ഈ ലോത്തിനാണ് ഇങ്ങനെയുള്ളതായ വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത്. നമുക്കറിയാം, സൊദോമിനെ താമസിക്കാൻ തിരഞ്ഞെടുത്തപ്പോൾ 13:10 വായിക്കുന്നുണ്ട്, ലോത്ത് തല ഉയർത്തി നോക്കി സൊദോം മനോഹരമായ ദേശമെന്ന് കണ്ടു. അപ്പോൾ ആ വിഷനാണ് ലോത്തിനുള്ളത്. അപ്പോൾ ക്ഷാമം വന്നപ്പോൾ, ബുദ്ധിമുട്ടും ഞെരുക്കം വന്നപ്പോൾ ഈ ചെറുപ്പക്കാരനാണ് സജസ്റ്റ് ചെയ്തതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ ഈജിപ്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ദൈവം ഒരുക്കിയതായ സ്ഥലത്ത് തന്നെ താമസിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ലോകത്തെയാണ് കാണിക്കുന്നത്, വേൾഡിനെയാണ് കാണിക്കുന്നത്. ഈജിപ്റ്റ്, മിസ്രൈം എന്ന് പറയുന്നത്
നമ്മൾ പാടാറുണ്ടല്ലോ മിസ്രൈമിനെ കുറിച്ചൊക്കെ. അപ്പോൾ മിസ്രൈം ലോകത്തെയാണ് കാണിക്കുന്നത്. മിസ്രൈം ലോകത്തെ കാണിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യാപകമായ അർത്ഥത്തിൽ പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്, സ്വന്തമായ കാര്യങ്ങളുള്ള ധൈര്യത്തിൽ ജീവിക്കുന്ന ഒരു ലൈഫിനെയാണ് കാണിക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കാതെ, ദൈവത്തെ നോക്കാതെ സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും ആശ്രയിക്കുന്നതാണ് മിസ്രൈമിനെ കാണിക്കുന്നത്. അപ്പോൾ അബ്രഹാം ആ മിസ്രൈമിലേക്ക് ഇറങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മിസ്രൈമിനെ ദൈവം എങ്ങനെയാണ് മിസ്രൈമിലെ കാര്യം നടന്നിരുന്നതെന്നും മിസ്രൈം പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശമെന്നും ആവർത്തന പുസ്തകത്തിൽ ദൈവം തന്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 11 വേഴ്സസ് 10-12. മനുഷ്യന്റെ കഴിവിൽ ആശ്രയിക്കുവാൻ, ലോകത്തിലേക്ക് ഇറങ്ങി പോകുവാൻ പറ്റിയ സ്ഥലം അല്ലെങ്കിൽ അതിന് നിദാനമായി നിൽക്കുന്നതാണ് ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം. ഇവിടെ വായിച്ചാട്ടെ, ആവർത്തനം 11:10-12 വരെ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രൈം ദേശം പോലെയല്ല. നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ. ഈ നൈൽ നദി അവിടുത്തെ ആ രാജ്യത്തിന് പ്രയോജനകരമായി തീരുന്ന നദിയാണ്. ആ നൈൽ നദിയിലെ വെള്ളം അന്നത്തെ സിസ്റ്റം അനുസരിച്ച് മോട്ടറും പമ്പും ഒന്നും അല്ലല്ലോ ഉള്ളത്. കാലുകൊണ്ട് നനയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സിസ്റ്റം. നീ വിട്ടുപോകുന്ന ഈജിപ്റ്റ് മനുഷ്യന്റെ കരുത്ത് കൊണ്ട്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇറിഗേഷൻ നടത്തി നനച്ചു പോകുന്ന ദേശമാണ്. എന്നിട്ട് വായിച്ചാട്ടെ, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി. ഈ ദേശം നനയ്ക്കുന്നത് എങ്ങനെയാണ്? ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിച്ച് അതുകൊണ്ടാണ് ഫലഭൂയിഷ്ടമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ നീ ചെല്ലുന്ന ദേശം, ദൈവത്തിന്റെ ജനമേ, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ദേശം മനുഷ്യന്റെ കൈവിരുത് കൊണ്ടും കഴിവുകൊണ്ടും കാലുകൊണ്ടും നനയ്ക്കാനുള്ളതല്ല. ദൈവത്തെ നോക്കി നീ കാത്തിരിക്കണം. മഴയ്ക്ക് വേണ്ടി മലകളുണ്ട്, താഴ്വരകളുണ്ട്. ഇവിടെ ഇറിഗേഷൻ അല്ല, ഇവിടെ ദൈവമാണ് മഴ തരേണ്ടത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ആശ്രയിച്ച് സ്വന്തം ഭുജത്തിൽ ആശ്രയിക്കുന്നതിനെയാണ് ഈജിപ്റ്റ് കാണിക്കുന്നത്. എന്നാൽ കനാൻ എന്ന് പറയുന്നത് വിക്ടറിയെ കാണിക്കുന്നതാണ്, വിശ്വാസത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വിട്ടിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പോകുവാൻ ഒരു ദൈവവേദനയിടയായി തീരരുത്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വാക്യം കൂടെ എന്നോട് ചേർത്ത് വായിക്കാം. അബ്രഹാമിനെ പറ്റി എന്താണ്? യെശയ്യാ 31:1. യെശയ്യാ 31:1. ഇസ്രായേലിന്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകൾ മനസ്സോന്നി മിസ്രൈമിൽ ഉള്ളതായ കുതിരകൾ ശക്തി ഉള്ളതാണ്, അവിടെയുള്ള ജനങ്ങൾ കഴിവുള്ളവരാണ്. എന്നാൽ യെശയ്യാ പറയാണ്, ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ നീ മിസ്രൈമിന്റെ കരുത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് വാക്യമായി തീരേണ്ടത്? നമ്മളൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം തന്നെ നോക്കാം. നമ്മളൊക്കെ ഈ രാജ്യത്തേക്ക് വന്നു. ഈ രാജ്യത്ത് വന്ന് എങ്ങനെയായിരിക്കുമെന്നോ ഈ രാജ്യം എങ്ങനെയായിരിക്കുന്നു ഒന്നും അറിയാതെയാണ് വന്നത്. ഇവിടെ ഇരിക്കുന്ന മിക്കവരും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ ജനിച്ചു വളർന്നവർ ഒരുപക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, ചിലരുണ്ടായിരിക്കാം. എന്നാൽ നാം ഒന്നും അറിയാതെ വന്നവരാണ്. എന്നാൽ ദൈവം നമുക്ക് പഠിക്കാനോ ഒക്കെ കഴിവ് തന്നു, നല്ല ജോലിയൊക്കെ തന്നു, ഇതെല്ലാം തന്നു. എന്നാൽ ആ ജോലിക്ക് ഒരു കോട്ടം വന്നാൽ, അല്ലെങ്കിൽ ആ ജോലിക്ക് ഒരു വിഷമം വന്നാൽ, നമുക്കെല്ലാം സ്മൂത്തായി ഓൾറൈറ്റായി നമ്മെ കൂടെ ജോലി ചെയ്യുന്നവരും മേലുള്ളവരും ഒക്കെ വളരെ പൊക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നമുക്കെതിരെ ഒരു കംപ്ലൈന്റ് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും? മാനസിക രീതിയിൽ നമുക്കെല്ലാം വിഷമം ഉണ്ടാകും. പക്ഷേ
ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മുടെ എംപ്ലോയറോ അല്ല നമ്മുടെ ആശ്രയം. ഇതിനപ്പുറത്ത് നമ്മെ പുലർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ വളരെ ടഫായിരിക്കുന്ന സമയമാണ്. ജോലിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം, ജോലിക്കൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ രീതിയിൽ വിഷമം ഉണ്ടാകുമെങ്കിലും അത് നിമിത്തം ആരും പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിമിത്തം ആരും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവം വഴികളെ തുറക്കുന്നതാണ്. അതുകൊണ്ട് മിസ്രയീമിലായിരിക്കണം നമ്മുടെ ആശ്രയം. ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പഠിച്ചു വരുന്നതെല്ലാം വിശ്വാസത്താൽ ഭക്തന്മാർ ചെയ്ത കാര്യമാണ്. അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോഴും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്തപ്പോഴും അവരുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒന്നാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡിസപ്പോയിന്റ്മെന്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ അവിടെ ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ അനവധിയായിരുന്നു. അത് നമ്മൾ ഇനി പഠിക്കും. ഇനി ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെ നമ്മൾ 12-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് അവിടെ ഒരു ഡിസെപ്ഷൻ അല്ലെങ്കിൽ സത്യമല്ലാത്ത ഒരു കാര്യത്തിന് അബ്രഹാം കൂട്ടുനിൽക്കേണ്ടതായിട്ട് വന്നു എന്നവിടെ കാണുവാനായി സാധിക്കുന്നു. നമ്മൾ ഓർത്തിരിക്കണം, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പാപം അത് അനേക ലംഘനങ്ങളിലേക്ക് നടത്തുന്നതാണ്. മിസ്രയീമിലേക്ക് പോയത് ഒന്നാമത്തെ തെറ്റാണ്. പക്ഷെ മിസ്രയീമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യയെ കൊണ്ട് പകുതി സത്യമുള്ളതാണെങ്കിലും യഥാർത്ഥ സത്യം മറച്ചു വെക്കേണ്ടതായിട്ട് വന്നു. അബ്രഹാമിന്റെ സിസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് ആയിരിക്കേണ്ടതായ ഒരവസ്ഥ വന്നു. ഇപ്പോൾ ഒരു സിന്ന് വേറൊരു സിന്നിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ അബ്രഹാം ചെയ്തത് നാം ഒന്ന് ചിന്തിച്ചാൽ, അബ്രഹാമിന് വളരെ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിലും അബ്രഹാമിന് ഒരു പരാജയം ഉണ്ടായിരുന്നു. അബ്രഹാമിന് അവിടെ പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷന് ഇപ്പോൾ ദൈവത്തെ അല്ല ആശ്രയിക്കുന്നത്. ഇപ്പോൾ അബ്രഹാമിന്റെ പ്രൊട്ടക്ഷൻ ആശ്രയിക്കുന്നത് ഭാര്യയുടെ കള്ളം പറയുന്ന കഴിവിനെയാണ് ആശ്രയിക്കുന്നത്. ഭാര്യ കള്ളം പറഞ്ഞാൽ അബ്രഹാമിന് രക്ഷപ്പെടാം, അബ്രഹാമിന് മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ ഇരിക്കാം എന്നുള്ളതാണ് ആയി തീർന്നത്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ടത് അബ്രഹാമിന്റെ കൺസേൺ തന്റെ ഭാര്യയ്ക്ക് കുഴപ്പം വന്നാലും തനിക്ക് പ്രോബ്ലം വരരുത്. ഇങ്ങനെ വ്യാജം പറഞ്ഞു കഴിഞ്ഞാൽ, ലായി പറഞ്ഞു കഴിഞ്ഞാൽ സാറായിക്ക് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാലും അബ്രഹാമിന് പ്രൊട്ടക്ഷൻ ലഭിക്കണം എന്നുള്ളതാണ് ആ കൺസേൺ. തന്നെയുമല്ല, ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്നിൽ ഞാൻ സകല ജാതികളെ അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സമുദ്രത്തിന്റെ മണൽ തരികളെ പോലെ തലമുറകളെ കൊടുക്കും, അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ആ പ്രോമിസ്ഡ് സീഡ് അതുണ്ടാകാതിരിക്കത്തക്ക രീതിയിലാണ് അബ്രഹാമിന്റെ പ്രവർത്തനം ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം അബ്രഹാം സാറായെ കൊണ്ട് അങ്ങനെ കള്ളം പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നോക്കുക, കനാനിൽ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് അവൻ യാഗപീഠം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ മിസ്രയീമിൽ ആ കൂടാരം പോകേണ്ടി വന്നു, യാഗപീഠം പോകേണ്ടി വന്നു, ഭാര്യയെ കൊണ്ട് കള്ളം പറയിപ്പിക്കേണ്ടി വന്നു. അബ്രഹാമിന്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറിപ്പോകത്തക്ക രീതിയിൽ സാഹചര്യങ്ങൾ ഇങ്ങനെ ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം സങ്കീർത്തനം നമുക്കറിയാം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരയിട്ട് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നാം മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയ അബ്രഹാമിന്റെ ജീവിതം നമുക്കൊരു പാഠമായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഇനി അടുത്ത അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന് പ്രയാസം വരുന്ന വേറൊരു വിഷയം സംബന്ധിച്ച് 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ ഫറവോന് ഇപ്പോൾ അബ്രഹാമിനെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്, അബ്രഹാമിനെ റെബ്യൂക്ക് ചെയ്യുകയാണ്, അബ്രഹാമിനെ വഴക്ക് പറയുകയാണ്. നോക്കുക, വിശ്വാസിയായ ശക്തനായ അബ്രഹാമിനെ അവിശ്വാസിയായ ഒരാൾ റെബ്യൂക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് എത്ര ദയനീയമായ ഒന്നാണ്. ഇവിടെ ഇപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്റെ സാക്ഷ്യത്തിന് കേട് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ലോകമായി താൻ കോംപ്രമൈസ് ചെയ്തതിന്റെ ഫലമായി
സാക്ഷ്യം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതാണ് അബ്രഹാമിനെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. എന്നാൽ ലോത്തിന് ഇതൊരു വിഷയമല്ലായിരുന്നു. ലോത്തിന്റെ ജീവിതത്തിൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോത്ത് ആളുകളുമായിട്ട് അങ്ങ് മിങ്കിളി ചെയ്യുവാൻ, തന്നെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുവാൻ അവിടെ സൊദോമിലുള്ള ആളുകൾക്ക് ലോത്ത് പറഞ്ഞൊന്നും അത്ര വിശ്വാസമല്ലായിരുന്നു. ആ രീതിയിൽ ആകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ വിശ്വാസികളല്ലാത്തവരുമായി അല്ലെങ്കിൽ അവിശ്വാസികളുമായി ഒത്തിരി കൂടുതൽ മിങ്കിള് ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണിത്. ലോത്തിന്റെ ജീവിതത്തിൽ അതുണ്ടായി. നമുക്ക് പത്രോസിനെ കുറിച്ച് അറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് പത്രോസ് എന്ത് ചെയ്തു? ആ വേലക്കാരത്തികളോട് ചേർന്ന്, ആ സെർവൻസിനോട് ചേർന്ന് അവിടെ ഇരുന്നതിന്റെ ഫലമായി, വേലക്കാരോട് ചേർന്ന്, ദാസന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫലമായി യേശുവിനെ തള്ളിപ്പറയേണ്ടതായി വന്നു എന്ന് നമുക്ക് കാണുവാൻ തക്ക ഇടയായി തീരുന്നുണ്ട്. ഇവിടെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ അബ്രഹാമിനെ അവിടെ വേറെ ചില സംഭവങ്ങളിലൂടെ നടക്കുന്ന കാണുവാനായി സാധിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം മടങ്ങി വരുന്നതാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒരു ദൈവ പൈതൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ച അവസ്ഥയിൽ എന്നും തുടരാൻ ദൈവം വിശ്വസ്തനായതുകൊണ്ട് അനുവദിക്കത്തില്ല. നമുക്ക് ബോണസ് ഒത്തിരി കിട്ടിയെന്നിരിക്കും, ധനം ഒത്തിരി ഉണ്ടായിരുന്നിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് വന്നെന്നിരിക്കും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു കുറവ്, എന്തോ ഒരു വിഷമം. അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ലോകത്തിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റി കഴിയുമ്പോൾ, മടങ്ങി വന്നു കഴിയുമ്പോൾ, അതാണ് തിരികെ വരിക അല്ലെങ്കിൽ കൺഫസ് ചെയ്യുക എന്ന് പറയുന്നത്. വരുത്തേണ്ട ക്രമീകരണങ്ങൾ വരുത്തി കഴിയുമ്പോൾ ദൈവം അവിടെ അനുഗ്രഹങ്ങളെ പകർന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം തന്റെ കൂടാരവും യാഗപീഠവും ഒക്കെ മാറ്റിവെച്ചതിന്റെ ഫലമായി തനിക്ക് നിരാശജനകമായ അന്തരീക്ഷം വന്നു. എന്നാൽ താൻ വീണ്ടും മടങ്ങി വന്നു. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ 4-ാം വാക്യത്തിൽ അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അങ്ങനെ ആരാധന വീണ്ടും താൻ തന്റെ ജീവിതത്തിൽ യഥാസ്ഥാപിതമാകുവാൻ തക്ക ഇടയായി തീർന്നു. ഈജിപ്തിലേക്ക് പോയതിന്റെ ഫലമായി ഉണ്ടായതായ കോൺസിക്വൻസുകൾ ഒരുപാടാണ്. കോൺസിക്വൻസ് ഒന്നാമത് ഓർത്തിരിക്കേണ്ടത്, അവന്റെ സമയം തന്നെ നഷ്ടമാകേണ്ടി വന്നു. പല ആഴ്ചകൾ ദൈവത്തിൽ നിന്ന് അകലേണ്ടതായിട്ട് വന്നു. അതൊരിക്കലും തിരികെ ലഭിക്കുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയം നഷ്ടപ്പെടുന്ന, ആരാധന നഷ്ടപ്പെടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല എന്ന് നാം മറന്നു പോകരുത്. 90-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ടായിരിക്കും സങ്കീർത്തനക്കാരൻ പാടുന്നത്, എന്റെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണമേ. നമുക്ക് നാളുകൾ ചുരുക്കമാണ്. നമുക്കറിയാം, എത്രയോ ആരോഗ്യമായി ജീവിച്ചിരുന്നവരൊക്കെ പെട്ടെന്ന് കിടപ്പിലായിപ്പോയി, പെട്ടെന്ന് ആരോഗ്യമില്ലാത്തവരായി തീർന്നു, പെട്ടെന്ന് ക്ഷീണിതരായി തീർന്നു. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ കാര്യവും വളരെ വിലയേറിയതാണ്. ഇത് കർത്താവിനായി വിനിയോഗിക്കാനുള്ളതാണ്. രണ്ടാമതായി അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാം എല്ലായിടത്തും യാഗപീഠം പണിത്, യാഗപീഠത്തെങ്കിൽ ആരാധന കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അബ്രഹാമിനെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്, ഇവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണെന്ന്. പക്ഷെ മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫറവോനോട് അബ്രഹാമിന് ദൈവത്തെ കുറിച്ച് സാക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണ്? ഫറവോന് മനസ്സിലായി അബ്രഹാം ഡിസീവ് ചെയ്യുക ചെയ്തത്, തന്നെ കളിപ്പിക്കുകയായിരുന്നു ചെയ്തത്, സ്വന്തം ഭാര്യ സഹോദരിയാണെന്ന് പറഞ്ഞു. പിന്നെ ഈ അബ്രഹാമിന് എങ്ങനെ ഫറവോനോട് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാക്ഷ്യമില്ലായ്മ, നാം ക്രിസ്തീയ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന നമ്മോടൊക്കെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരാത്ത എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാ നിങ്ങളുടെ ഒക്കെ വരുന്നത്, ഇന്ന ആളുകളില്ലേ എന്നുള്ളത്. അതെത്രയോ ശോചനീയമായ ടെസ്റ്റിമണിയാണ്. അതുകൊണ്ട് എത്രയോ ആളുകൾ രക്ഷിക്കപ്പെടാതെ പോകുന്നത് ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യക്കുറവുകൊണ്ടാണെങ്കിൽ അതെത്ര നിരാശ ഉളവാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു കാര്യം, സാലിയോട് കഴിഞ്ഞ ദിവസം കടയിലിരുന്നപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ പറയാനിടയായി തീർന്നു. ഒരു മനുഷ്യനെ കാണുന്നവരോട് എല്ലാം സുവിശേഷം പറയണമെന്ന് നമുക്ക് ഭയങ്കര താല്പര്യമാണ്, യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരു ഗ്രോസറി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞപ്പോ തനിക്കൊരു വലിയ ആഗ്രഹം വന്നു, അവിടെ നിൽക്കുന്നവരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയണമെന്ന്. ഞാനിങ്ങനെ സാധനം എടുത്തുകൊണ്ട് ചെക്കൗട്ട് കൗണ്ടറിൽ വന്നു. അവിടെ നിൽക്കുമ്പോ ചുറ്റുപാടും ഒക്കെ നോക്കിച്ച് പറഞ്ഞു, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ തന്നെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ അടിച്ചോണ്ടിരുന്ന ക്ലർക്ക്
ആ സ്ത്രീ പറഞ്ഞു, സാർ യു ആർ ഓൾസോ വൺ ഓഫ് ദം, നീയും അതിനകത്ത് ഒരാളാണെന്ന് പറഞ്ഞു. യു ഹാവ് ടു ലുക്ക് ദിസ്, ദിസ് ഇസ് എക്സ്പ്രസ് കൗണ്ടർ ഓൺലി 10 pieces but you have more than 25 pieces. 10 പേര് മാത്രം പോകേണ്ട കൗണ്ടറാണ്, നീ ഇതിനകത്ത് 25 സാധനം കൊണ്ട് വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം നീയും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തതിനായി തീർന്നു എന്നതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ആളുകൾ നോട്ട് ചെയ്യുന്നുള്ളത് നാം മറന്നു പോകരുത്. അവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായത്. അബ്രഹാമിന് അവന്റെ സമയം നഷ്ടമായി, ദൈവത്തെ ആരാധിച്ച് ജീവിക്കേണ്ടവൻ. അബ്രഹാമിന് അവന്റെ സാക്ഷ്യം നഷ്ടമായി, ഫറവോന്റെ മുമ്പാകെ നല്ല സാക്ഷ്യം കീപ്പപ്പ് ചെയ്യുവാനൊക്കെ ഒന്നും ഇടയായി തീർന്നില്ല. മൂന്നാമത് ഈജിപ്തിലേക്ക് പോയതിന്റെ ഒരു വലിയ പ്രത്യാഘാതമാണ് ഹാഗാർ കുടുംബത്തിലേക്ക് വന്നത്. അതിന്റെ ഭവിഷ്യത്തുകൾ എത്ര വലുതാണെന്ന് ഇന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. ഹാഗാർ ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽദാസി എന്ന് നാം 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായ അൺടോൾഡ് ട്രബിൾസ് ആണ് അബ്രഹാമിന്റെ കുടുംബത്തിൽ സാറ നിമിത്തം വരുവാൻ തക്കനിടയായി തീർന്നത്. ഹാഗാർ നിമിത്തം വരുവാൻ ഇടയായി തീർന്നത്. സാറയാണ് ഹാഗാറിനെ അബ്രഹാമിന് കൊടുത്തത്. അത് സാറയുടെ സജഷൻ ആയിരുന്നു എങ്കിൽ തന്നെയും ഈ ഹാഗാർ വീട്ടിൽ ഉള്ളതുകൊണ്ടായി ഐഡിയ വന്നത് തന്നെ. അപ്പോൾ മിസ്രൈമിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുപേരും ഒക്കെ വന്ന് കയറും എന്നുള്ളത് നാം മറന്നു പോകരുത്. ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിലെ എന്തെങ്കിലും ഒക്കെ ജീവിതത്തിൽ വരും, അത് പിന്നെ കെണിയായിട്ട് തീരും. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാം എന്തെല്ലാം മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ദൈവമില്ലാത്ത ലോകത്തിൽ നിന്ന് കൊണ്ടുവരുന്നുവോ ഇതെല്ലാം നാം ഭാവി സമയത്ത് അന്നേരത്ത് കുഴപ്പമില്ലായിരിക്കും. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാം ജീവിതത്തിൽ ട്രബിളായിട്ട് തീരും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ ഇടയാകരുത്. നാലാമതായി അബ്രഹാമിന് മിസ്രൈമിലേക്ക് പോയതുകൊണ്ട് ഉണ്ടായതായ വേറൊരു കാര്യം, ഒത്തിരി സ്വത്തുണ്ടാകുവാൻ തക്ക ഇടയായി തീർന്നു. പക്ഷേ ഈ സ്വത്ത് പിന്നെ കുഴപ്പമായി തീർന്നു. സ്വത്ത് ഒരുപാട് വർദ്ധിച്ചതുകൊണ്ടാണ് അബ്രഹാമും ലോത്തും തമ്മിൽ പ്രോബ്ലമായി. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടാകാനുള്ള കാരണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ കഴിയാത്ത രീതിയിൽ സ്വത്തായതുകൊണ്ടാണ്. എന്നാൽ അബ്രഹാം പിന്നീട് ഒരു തീരുമാനമെടുത്തു. നാം വായിക്കുന്നുണ്ട്, സോദോം രാജാവ് എന്ന് പറഞ്ഞു, സമ്പത്തൊക്കെ നീ എടുത്തുകൊള്ളാന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, എനിക്ക് ഈ സമ്പത്തൊന്നും വേണ്ട, നീ എന്നെ സമ്പന്നനാക്കെന്ന് പറയുവാനിടയാകിയത്. അതുകൊണ്ട് ലോകം കൊടുക്കുന്ന ആ വെൽത്ത് എല്ലാം റെഫ്യൂസ് ചെയ്ത അബ്രഹാമിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തായിട്ട് വേറൊരു കാര്യം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, അബ്രഹാമിന്റെ കൂടെ പോയ ലോത്ത് തികച്ചും ഒരു ഈജിപ്ത് തന്റെ ഉള്ളിൽ അങ്ങ് കുടി കിടന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈജിപ്തിനെ കുറിച്ച് അല്ലെങ്കിൽ മിസ്രൈമിനെ കുറിച്ചുള്ളതായ ഒരു വലിയ ടേസ്റ്റ് ലോത്തിനെ അങ്ങ് പിടികൂടി എന്നുള്ളത് പിന്നീട് സംഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. അബ്രഹാമിന് ലോത്തിനെ മിസ്രൈമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിന് ലോത്തിന്റെ ഉള്ളിൽ നിന്ന് മിസ്രൈം എടുത്തു കളയുവാനായിട്ട് അബ്രഹാമിന് സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ടാണ് ലോത്തിന്റെ ജീവിതത്തിൽ സ്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറഞ്ഞപ്പോ തൻ തല ഉയർത്തി നോക്കി സോദോം നല്ല ദേശം ഒന്ന് കണ്ടു. അങ്ങനെ താൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെടുവാൻ തക്ക ഇടയായി തീർന്നു. ഈ ലോകത്തിനെ കുറിച്ച് നാം ഓർത്തിരിക്കുകയാണ്. അബ്രഹാമിന്റെ കൂടെ പാർക്കുന്ന കാലത്തോളം അബ്രഹാമിനോട് ഇവിടെ കൂടാരങ്ങൾ പാർക്കുകയും അബ്രഹാം യാഗം കഴിക്കുമ്പോൾ യാഗം അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ലോത്താണ്. പക്ഷേ ഇവിടെ 13-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അവൻ ഇന്നടത്ത് കൂടാരം അടിച്ചു, അവിടെ അവൻ യാഗപീഠവും പണിതു എന്ന് വായിക്കുന്നുണ്ട്, ദൈവത്തെ അവൻ ആരാധിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ലോത്തിനെ കുറിച്ച് വായിക്കുന്നത്, അബ്രഹാമിനോടുകൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു, ടെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആൾച്ചറില്ലായിരുന്നു. കൂടാരം ഉണ്ടായിരുന്നു, പക്ഷെ യാഗം അർപ്പിക്കുന്നവനായിട്ട് അവനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവന്റെ ലോത്തിന്റെ ജീവിതത്തിൽ ഭയങ്കര ട്രാജഡി പിന്നീട് വരുവാൻ തക്ക ഇടയായി തീർന്നത് ഈ മിസ്രൈം, ഈ ഈജിപ്റ്റ് തന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടവനാണെങ്കിലും തന്റെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടായതോടുകൂടി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അതിന്റെ ഫലമായി ഉണ്ടായ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ലോകം നമ്മെ ഒരു രീതിയിലും
നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുവാൻ ഇടയാകരുത്. വിശ്വാസത്താൽ ചുവടുകൾ വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ മിസ്രൈം അല്ലെങ്കിൽ ലോകത്തിലേക്ക് ആശ്രയിച്ചു പോകുവാൻ തൊക്കെ ഇടയാകരുത്. ഏത് സാഹചര്യത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് നമ്മോടുകൂടെ ഉള്ളത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടയാകണം. അവർ വിശ്വസിച്ചതിന്റെ ഫലമായി ദൈവം അവർക്ക് വേണ്ടി വലിയ ചെയ്തത് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കാത്തിരിക്കേണ്ടി വന്നപ്പോഴും അവർ ദൈവം പറഞ്ഞ അതുപോലെ അനുസരിച്ചു. ആ ഭാവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കായി നാം കടന്നു വന്നിരിക്കുകയാണ്. ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കുന്നത് നമ്മെ തന്നെ കൊടുക്കുന്നതാണ്. ദൈവത്തിൽ നാം ഒത്തിരി നന്മകളെ പ്രാപിച്ചവരാണ്. അർഹതയില്ലാത്ത നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ പകർന്നു വന്നത്. ഇന്ന് പൽക്കാലം ദൈവത്തെ നമുക്ക് ആരാധിക്കേണ്ട പോലെ ആരാധിക്കണം. അതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.